ഇറ്റ്സ് മീ ജിയന്ന. ഞാനിന്ന് വന്നിരിക്കുന്നത് കൊല്ലങ്കോട്ടെ മറ്റ് കാഴ്ചകളുമായാണ്. ഞാനിപ്പോൾ ഉള്ളത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലാണ്. ആധുനിക സൗകര്യങ്ങളെക്കാൾ നാട്ടുപുറത്തിന്റെ സ്വച്ഛതയും ചെല്ലഞ്ചേട്ടന്റെ സ്നേഹവും തേടിയെത്തുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവമാണ്. ചെല്ലഞ്ചേട്ടന്റെ ചായയുടെ പ്രത്യേകതയാണ് അവിടേക്ക് സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലാണ്. ആകാശം മേൽക്കൂരയാക്കി മരങ്ങളാൽ പ്രകൃതി മതിലു പണിതുകൊടുത്ത ഒരു ക്ഷേത്രമാണ് ഇത്. കാട്ടാള വേഷത്തിൽ നിൽക്കുന്ന ശിവനാണ് ഇവിടെ കറുപ്പസ്വാമി. 2000 വർഷത്തോളം പഴക്കമുള്ള പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ ശ്രീകോവിലോ പൂജാരികളോ ഇല്ല. ഭക്തജനങ്ങൾ തന്നെയാണ് പൂജ ചെയ്യുന്നത്. മലയാളം തമിഴ് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ ക്ഷേത്രം. ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിനായി തൊട്ടിലുകളും ചെറു വീടുകളും കുപ്പിവളകളും ഭക്തജനങ്ങൾ ഇവിടെ വന്ന് കെട്ടാറുണ്ട്. അങ്ങനെ ക്ഷേത്രത്തോട് വിട പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. വഴിയിൽ പനന്നൊങ്കിന്റെ ജ്യൂസ് ഉണ്ടാക്കുന്നത് കണ്ടു. അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുടിലിടത്തെത്തി. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലങ്കോടിന്റെ പച്ചപ്പും ഭംഗിയും ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രധാന ഇടമാണിത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ച നിറത്തിലുള്ള നെൽപ്പാടങ്ങളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. നെല്ലിയാമ്പതി മലനിരകളുടെ പശ്ചാത്തലത്തിൽ കാറ്റേറ്റ് വായുവിൽ തരംഗമാകുന്ന നെൽത്തണ്ടുകൾക്കിടയിൽ സമാധാനമായി സമയം ചെലവഴിക്കാൻ ഈ സ്ഥലം സഹായിക്കുന്നു. പാടവരമ്പുകളിൽ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ഒട്ടനവധി കാവൽ മാടങ്ങൾ കാണാം. കൊല്ലങ്കോട് സ്വദേശിയായ സക്കീർ ഹുസൈൻ എന്ന കർഷകന്റെ ആശയത്തിലാണ് ഈ കുടിലിടം ഒരുക്കിയത്. ആർഭാടങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ ഗ്രാമീണ ശുദ്ധവായുവും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് വെറുതെ ഇരിക്കാൻ പറ്റിയ ഒരിടമാണിത്. പാലക്കാട് ഗോവിന്ദാപുരം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നെടുമണി ഭാഗത്തായി ഈ കുടിലിടം നമുക്ക് കാണാം. ഇതോടെ കൊല്ലങ്കോട് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരയ്ക്കും ടാറ്റാ ബൈ.